ബൈബിൾ പോലെ മുൻ വേദഗ്രന്ഥങ്ങൾ പോലെ ഖുറാനും തിരുത്തപ്പെട്ടു. ബൈബിൾ പോലെ മറ്റു മുൻ വേദഗ്രന്ഥങ്ങൾ പോലെ വ്യത്യസ്തതരും ഖുറാനും ഉണ്ട് എന്ന തരത്തിൽ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നുണ്ട് ചില ആളുകൾ. പലപ്പോഴും കോപ്പി പേസ്റ്റ് ആയിട്ട് പല ചാനലുകളുടെ അടിയിലും ഇത്തരക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. 30 തരം ഖുറാൻ ഉണ്ട് എന്ന തരത്തിലുള്ള കുറെ പേരുകൾ ടൈപ്പ് ചെയ്തുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഇവർ പറയുന്ന സുന്നി, മുജാഹിദ്, എ.പി, തബ്ലീഗ് എന്ന തരത്തിലുള്ള നിരവധി സംഘടനകളെ അതൊക്കെ ഇസ്ലാമിലെ ജാതിയാണ് എന്ന് പറയുന്നതുപോലെയുള്ള ഒരു കോമഡി മാത്രമാണിത് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അതിന് ഇവർ തെളിവായി പറയുന്നത് ഹഫ്സ് ഖുറാനും വർഷ ഖുറാനും എടുത്തുകൊണ്ടാണ്. ഖുറാനിലെ ഫാത്തിഹ സൂറത്തിൽ മാലിക്കിയവുമുദ്ദീൻ എന്നും വർഷ ഖുറാനിലെ ഫാത്തിഹ എടുത്തിട്ട് മലിക്കിയവുമുദ്ദീൻ എന്നും എടുത്തു കാണിച്ചുകൊണ്ട് മാലിക് എന്നാൽ ഉടമസ്ഥൻ എന്നും മലിക് എന്നാൽ രാജാവെന്നുമാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഖുറാൻ തിരുത്തപ്പെട്ടു എന്ന തരത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ പല വചനങ്ങളും തെളിവായി എടുത്തുകൊണ്ട് ഇവർ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഖുറാൻ 7 തരത്തിൽ 7 ഹർഫുകളിൽ പാരായണ രീതിയിൽ നബിക്ക് തന്നെ ഇറക്കപ്പെട്ടതാണ്. ഇത് സ്വഹീഹായ ഹദീസുകളിൽ കാണാവുന്നതാണ്. ഇത് കൂടാതെ ഉമർ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഒരു വ്യക്തി ഇമാമായി നിന്ന് സൂറത്ത് ഫുർഖാൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ അത് ഉമർ അദ്ദേഹം തെറ്റായി ഓതി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നബിയുടെ അടുക്കൽ ആ ഇമാമിനെ കൊണ്ടുവരിപ്പെടുകയും ഉമറിനോടും അദ്ദേഹത്തോടും ഓതി കേൾപ്പിക്കാൻ നബി പറഞ്ഞത്വം അവർ ഓതി കേൾപ്പിച്ച ശേഷം രണ്ടുപേരും ശരിവെക്കുകയും ചെയ്തതായി ഹദീസുകളിൽ കാണാം. വാസ്തവത്തിൽ ഖുറാൻ തിരുത്തപ്പെട്ടു വ്യത്യസ്തങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണം അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക.